പ്രിയരെ നമസ്കാരം. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിഷമിപ്പിച്ച ഒരു കാഴ്ചയുമായിട്ടാണ് വരുന്നത്. ഇത് മാത്തിച്ചേട്ടൻ, ഏറ്റുമാനൂർ ക്ഷേത്രത്തിനടുത്ത് ബ്ലാന്തേൽ കുടുംബാംഗം. 88 വയസ്സുള്ള അദ്ദേഹത്തെ മാത്യു വെല്ലുപ്പൻ എന്ന് വിളിക്കാം. അദ്ദേഹം മാറാടി ശൂലത്ത് താമസിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ശൂലത്തുള്ള ഒരു പാറമടയിലെ കരിങ്കൽ തൊഴിലാളിയായിരുന്നു. പിന്നീട് കോലഞ്ചേരി, മൂവാറ്റുപുഴ തുടങ്ങിയ സമീപ പ്രദേശങ്ങളിൽ സെക്യൂരിറ്റി ജോലിയും ചെയ്തിട്ടുണ്ട്. കരിങ്കല്ലിനോട് മല്ലയുദ്ധം നടത്തി മാറാടി ശൂലത്തുള്ള കതിലിമറ്റത്ത് വീട്ടിൽ ഭാര്യ സാറാമ്മ, മക്കളായ സനീഷ്, സോന എന്നിവരോടൊപ്പം കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കുകയായിരുന്നു അദ്ദേഹം. മകളെ തൊടുപുഴയുള്ള ഒരു വീട്ടിൽ വിവാഹം ചെയ്തയച്ചു. മകൻ സനീഷ് കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. കരിങ്കൽ പണി ചെയ്ത് മാത്യു വെല്ലുപ്പൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്ടിൽ നിന്ന് മകൻ അദ്ദേഹത്തെ അടിച്ചിറക്കി. മകൻ്റെ അടി ഭയന്ന് അദ്ദേഹം വീട് വിട്ട് ഇറങ്ങിയെന്ന് പറയുന്നതാണ് ശരി എന്നാണ് നാട്ടുകാർ ഭാഷ്യം. സമീപത്തുള്ള കുരിശുപള്ളിയിൽ അദ്ദേഹം അഭയം തേടി. എന്നാൽ വിശ്വാസികൾ അവിടെ നിന്നും അദ്ദേഹത്തെ പുറത്താക്കി. ഇപ്പോൾ ശൂലം വെള്ളച്ചാട്ടത്തിലേക്ക് തിരിയുന്ന ഭാഗത്ത് വച്ചുകെട്ടി കിടക്കാൻ തുടങ്ങിയിട്ട് 6 വർഷമായി. വെള്ളച്ചാട്ടം കാണാൻ പോകുന്നവർക്ക് വിൽക്കുന്നതിനായി കുറച്ച് വാട്ടർ ബോട്ടിലുകൾ അദ്ദേഹം കരുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതമാർഗം അതുമാത്രമാണ്. ഇദ്ദേഹം നമ്മുടെ അതിദരിദ്ര ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് അടിയന്തരമായ സഹായം വളരെ ആവശ്യം തന്നെയാണ്. സാമൂഹ്യ പ്രവർത്തകൻ്റെ മേലങ്കിയിട്ട് അതിലെ തേരവാര നടക്കുന്ന UDF LDFകാരോട് ചോദിക്കാം, നിങ്ങൾക്ക് അദ്ദേഹത്തെ ഒന്ന് സഹായിച്ചൂടെ? മാറാടിയിലെ പ്രസിഡന്റ് അടക്കമുള്ള വാർഡ് മെമ്പർമാർ ഒന്നോർക്കുക, വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. 2 ലക്ഷം രൂപയുടെ വികസന പരിപാടിക്ക് തോന്നിയത് ഒപ്പിച്ചെടുക്കുന്ന തട്ടുതകർപ്പൻ പരിപാടി മാത്രമല്ല സാമൂഹ്യ പ്രവർത്തനം. ഇത്തരം അശരണരായ സാധുക്കളെ സഹായിക്കൽ കൂടിയാണ്. അതിന് നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ വയറ്റാൻ മേലങ്കി ഊരിയെടുത്ത് വല്ല ചെളിയിലും ചവിട്ടി താഴ്ത്തുന്നതാണ് ഏറ്റവും ഉചിതം.